ഇന്ത്യയിലെ വിമാന സർവീസുകൾക്ക് എന്താണ് പറ്റിയത്? സോഫ്റ്റ്വെയർ അപ്ഡേഷനു വേണ്ടി നിലത്തിറക്കിയപ്പോൾ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചത് എന്തുകൊണ്ടാണ്? എയർബസിന്റെ A320 വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വരുമെന്നും അത് വിമാന സർവീസിനെ ബാധിച്ചേക്കുമെന്നൊക്കെ മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിലും ഇത്ര വലിയ റദ്ദാക്കൽ പ്രതീക്ഷിച്ചു കാണില്ല. അതിന് കാരണം പലതാണ്. കാരണം എയർബസിന്റെ A320 മോഡലാണ് ലോകത്തെ വിമാന കമ്പനികൾ ഉപയോഗിക്കുന്ന താരതമ്യേന ചെലവ് കുറഞ്ഞ നാരോ ബോഡി എയർലൈൻ. ഇന്ത്യയിലെ ബജറ്റ് വിമാന കമ്പനികൾക്കെല്ലാം ഏറ്റവും കൂടുതലുള്ളത് എയർബസ് A320യും 320E-യുമാണ്. ഇൻഡിഗോയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഗ്രൗണ്ടിൽ ഇറങ്ങാതെ രാത്രിയും പകലും ഒരുപോലെ പറന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇൻഡിഗോയെ ഈ പ്രതിസന്ധി സാരമായി ബാധിച്ചത്. PTIയുടെ റിപ്പോർട്ട് പ്രകാരം ഇൻഡിഗോയുടെയും എയർ ഇന്ത്യയുടെയും 200-ലധികം വിമാനങ്ങൾ 2-3 ദിവസത്തേക്ക് നിലത്തിറക്കേണ്ടി വരും. ആഗോളതലത്തിലുള്ള A320 ഗ്രൗണ്ടിങ്ങിന് പുറമെ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയവുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളെ തുടർന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. DGCA നടപ്പാക്കിയ പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ നിയമങ്ങൾ 1 മാസം പിന്നിട്ടിട്ടും പാലിക്കാൻ കഴിയാതെ വിമാന കമ്പനികൾ ബുദ്ധിമുട്ടുകയാണ്. സൗരവികിരണവുമായി ബന്ധപ്പെട്ട ഫ്ലൈറ്റ് കൺട്രോൾ റിസ്ക് എന്നതായിരുന്നു ഔദ്യോഗിക വിശദീകരണം. ചുരുക്കി പറഞ്ഞാൽ റേഡിയേഷൻ കാരണം ഫ്ലൈറ്റ് ഡാറ്റ മിസ്സാകുന്നതടക്കമുള്ള ബുദ്ധിമുട്ടുകൾ. ഒക്ടോബർ 30-ന് കാൻകൂണിൽ നിന്ന് നെവാർക്കിലേക്ക് പോവുകയായിരുന്ന ജെറ്റ് ബ്ലൂ വിമാനത്തിൽ സംഭവിച്ച തകരാറാണ് ഈ പരിശോധനകൾക്കും ഗ്രൗണ്ടിങ്ങിനും കാരണമായത്. യാത്രക്കിടെ വിമാനം താഴേക്ക് പതിച്ചു തുടങ്ങി. തുടർന്ന് പൈലറ്റുമാർക്ക് ഫ്ലോറിഡയിലെ ടാംപയിൽ അടിയന്തരമായ ലാൻഡിംഗ് നടത്തേണ്ടി വരികയും ചെയ്തു. ഈ സംഭവത്തിൽ 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. തുടർന്നുള്ള അന്വേഷണങ്ങളിൽ പൈലറ്റിന്റെ കമാൻഡുകൾ വിമാനത്തിന്റെ പിച്ചിന്റെ നിയന്ത്രണ സംവിധാനങ്ങളിലേക്ക് കൈമാറുന്ന നിർണായക സംവിധാനമായ ഇലാക് അഥവാ ഇലവേറ്റർ ആൻഡ് എയ്ലറോൺ കമ്പ്യൂട്ടറിലെ തകരാറാണ് കാരണം എന്ന് കണ്ടെത്തി. ഇത് ആവർത്തിക്കുന്നത് തടയാനായി ഉടൻ തന്നെ എല്ലാ വിമാനങ്ങളിലെയും സോഫ്റ്റ്വെയർ പാച്ച് ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. A320 ആകെ വിമാനങ്ങളിൽ പകുതിയോളം ഏകദേശം 6000 വിമാനങ്ങൾക്കാണ് അടിയന്തര അപ്ഡേറ്റുകൾ ആവശ്യമായി വന്നത്. ലോകമെമ്പാടുമുള്ള 100 കണക്കിന് വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്തു. ഇന്ത്യയിൽ ഇൻഡിഗോ, എയർ ഇന്ത്യ തുടങ്ങിയ പ്രമുഖ എയർലൈനുകളുടെ സർവീസുകൾ താറുമാറാവുകയും ചെയ്തു. ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നവംബർ 1 മുതൽ നിലവിൽ വന്ന നിയമമനുസരിച്ച് പൈലറ്റുമാർക്കുള്ള പ്രതിവാര വിശ്രമം 48 മണിക്കൂറായി വർദ്ധിപ്പിച്ചു. കൂടാതെ അർദ്ധരാത്രി 12 മണിക്കും പുലർച്ചെ 6 മണിക്കും ഇടയിലുള്ള രാത്രി ലാൻഡിങ്ങുകൾ ആഴ്ചയിൽ 6-ൽ നിന്ന് 2-ആയി പരിമിതപ്പെടുത്തി. ഇന്ത്യൻ കാരിയറുകളിലെ കോക്പിറ്റ് ക്രൂവിൽ നിന്ന് ഉറക്കക്ഷീണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഗൗരവകരമായ പരാതികളെ തുടർന്നാണ് ഈ നിയമങ്ങൾ DGCA നടപ്പിലാക്കിയത്. പുതിയ നിയമങ്ങൾ നടപ്പാക്കിയതോടെ ഇൻഡിഗോയുടെ ഓൺ ടൈം പെർഫോമൻസ് ഒക്ടോബർ 25-ലെ 84.1% നിന്ന് നവംബറിൽ 67.7%-മായി കുത്തനെ ഇടിഞ്ഞു. കൂടാതെ നവംബറിൽ ഇൻഡിഗോ റദ്ദാക്കിയ 1232 വിമാനങ്ങളിൽ 62%-നും കാരണം ക്രൂ കൺസ്ട്രെയിൻസ് അഥവാ പൈലറ്റുമാരുടെ ലഭ്യതക്കുറവായിരുന്നു. A320 വിമാനങ്ങളുടെ ഈ അടിയന്തര ഗ്രൗണ്ടിംഗ് ആധുനിക വിമാനങ്ങളിലെ ഡിജിറ്റൽ റിസൈലിയൻസ് ഇപ്പോൾ മെക്കാനിക്കൽ സുരക്ഷയോളം തന്നെ പ്രധാനമാണ് എന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ഓസ്ട്രേലിയയിൽ ജെറ്റ് സ്റ്റാർ ഒരു ദിവസം 90 ഫ്ലൈറ്റുകൾ വരെ റദ്ദാക്കി. തെക്കേ അമേരിക്കയിലാണ് ഏറ്റവും വലിയ ആഘാതമുണ്ടായത്. അവിടുത്തെ 70%-ലധികം ഓപ്പറേറ്റിംഗ് ഫ്ലീറ്റിനെ ഇത് ബാധിക്കുകയും ഡിസംബർ 8 വരെ പ്രധാന റൂട്ടുകളിലെ ടിക്കറ്റ് വിൽപ്പന നിർത്തിവെക്കുകയും ചെയ്തു. സോഫ്റ്റ്വെയർ തകരാറിന് പിന്നിലെ പ്രധാന ഘടകം തീവ്രമായ സൗരവികിരണമാണ്. സൂര്യൻ ചാർജുള്ള പ്ലാസ്മ പുറന്തള്ളുമ്പോൾ ഉണ്ടാകുന്ന കൊറോണൽ മാസ് ഇജക്ഷൻസ് വിമാനങ്ങളെ ബാധിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ കണികകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ മുകൾ തട്ടിൽ എത്തുമ്പോൾ 28,000 അടിക്ക് മുകളിലുള്ള ഏവിയോണിക്സിൽ ബ്ലിറ്റ് ഫ്ലിപ്പ് എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നു. ഒരൊറ്റ ചാർജ്ഡ് കണികയ്ക്ക് ഫ്ലൈറ്റ് സിസ്റ്റത്തിലെ ഡിജിറ്റൽ മെമ്മറി മൂല്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഫ്ലൈറ്റ് കൺട്രോൾ ഡാറ്റയിലെ ചെറിയ മാറ്റം പോലും വ്യോമയാനത്തിൽ അപകടകരമായ ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം.